എൻ്റെ പേര് ബാഹുലനാണ്. തനൂശ്വരം സ്വദേശിയാണ്. ദേശീയ കായിക താരം. ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം എനിക്ക് മനസ്സിൽ തോന്നുന്നു, ഇന്ന് ഒരു 3 റൗണ്ട് ഓടി, 4 റൗണ്ട് വരെ ഓടി, ആദ്യം 2 റൗണ്ട് ഓടി. എനിക്ക് ഒരു അറ്റാക്ക് വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ നടക്കും. അങ്ങനെയാണ് ഞാൻ പിന്നെ ഓട്ടമില്ലായിരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഓടുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനു മുമ്പ് ഇലക്ഷന് വേണ്ടി 1 കിലോമീറ്റർ ഓടിയാണ് വോട്ടിട്ടത്. തനുശ്വരം ഗേൾസ് ഹൈസ്കൂളിലാണ്. അതിനുശേഷം ഞാൻ ഓടിയില്ല. അറ്റാക്ക് വന്നിട്ട് ഏകദേശം എനിക്ക് ഈ ക്രിസ്മസ് ആകുമ്പം 1 കൊല്ലമാവും എനിക്ക് അറ്റാക്ക് വന്നിട്ട്. എല്ലാവരും പറഞ്ഞ അറ്റാക്ക് ഒന്നും ഓടല്ലേ. ഞാൻ എന്നാലും 4 റൗണ്ട് പതുക്കെ ഓടി. എനിക്ക് ഇയാണ്ട് ശബരിമലയിൽ പോകണമെന്നുണ്ട്, ദൈവത്തിനെ കാണണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലൈവിൽ വരാനുള്ള കാരണം. ആദ്യം 2002 ഓടുമ്പോൾ തന്നെ ധനുശ്വരം താരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ ഓടുന്നത്, ആദ്യമായിട്ട് ഓടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർ പറഞ്ഞ് പുലി പിടിക്ക് ഓടല്ലേ, നടന്നും പോവല്ലേ, ബസ്സിൽ പോവാൻ. ഞാൻ ഗവനിച്ചില്ല. പക്ഷെ പറഞ്ഞു മോള് പിന്നെടുത്ത് വിഴുങ്ങി. അന്ന് രാത്രി നമ്മൾ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് തന്നെ പറയാം. ധനുശ്വരം താരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ ആദ്യം കെട്ടി ശബരിമലയിൽ ഓടുന്നു. അപ്പോഴേ ശ്രീമാർ എന്ന് പറഞ്ഞ പയ്യൻ എന്നോട് സൈക്കിൾ വന്നു. 205 കിലോമീറ്റർ 1.5 ദിവസം കൊണ്ടാണ് ഞാൻ ഓടുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായ ഒരു വാർത്ത. അതിനുശേഷം ഇയാണ്ട് ഓടണമെന്ന് എനിക്കുണ്ട്. എല്ലാം ദൈവം സഹായിക്കുമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഞാൻ ചെറിയ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചാൽ ഇയാണ്ടും ശബരിമലയിലേക്ക് എത്തും. എനിക്ക് ഈ അസുഖം വന്നിട്ടും ഞാൻ ദൈവത്തിനെ വിചാരിച്ചുകൊണ്ടാണ് ഈ വർഷം ശബരിമലയിലേക്ക് ഓടണമെന്നുണ്ട്. എല്ലാം ദൈവം കനിയൊഴുക്കി ഓടാനുള്ള സാധ്യതയാണ്. എല്ലാ പ്രേക്ഷകരും എൻ്റെ ഈ വാർത്ത കാണുക, എത്രത്തോളം ഷെയർ ചെയ്യുക, അത്രത്തോളം ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും നൽകുന്നു. അതുപോലെ ശബരിമലയിൽ 208 കിലോമീറ്റർ അവസരത്തിൽ 1.5 ദിവസം കൊണ്ട് ഓടുന്നു. പെട്ടെന്ന് നല്ല വെറിക്കും, പെട്ടെന്ന് ആകാശം കറുക്കും. എത്ര വെറിയായിരുന്നാലും കെട്ടുമ്പോൾ മഴ പെയ്യും. അതാണ് ശക്തിയായുള്ള മഴ. ആകാശം പെട്ടെന്ന് കറക്കുന്നു, ഇടി വെട്ടുന്നു, മഴ പെയ്യും. പക്ഷെ എന്നെ പറഞ്ഞ ഒരു പോലീസ് എന്നെ അടിക്കാനായിട്ടൊരു സൈ വന്നപ്പോൾ അവൻ്റെ കൈ അങ്ങോട്ട് തിരിഞ്ഞു പോയി. പിന്നെ അടിച്ചിട്ടില്ല. എല്ലാവരും പറയും 2 തരണമെന്ന് പറയും. പക്ഷെ എൻ്റെ അടുത്ത് വരുമ്പോൾ അവരങ്ങ് മാറിപ്പോയി. ദൈവിക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ഞാൻ 12 വയസ്സൊരു ജന്നി വന്നു. എനിക്ക് എൻ്റെ പ്രായത്തിൽ 12 വയസ്സൊരു ജന്നി വന്നു. അതിനുശേഷം ആണ് എൻ്റെ പഠിത്തം കുറഞ്ഞത്. പിന്നെ ഞാൻ പഠിക്കാനൊന്നും അങ്ങനെ പോകത്തില്ല. കായിക മത്സരത്തിലേക്ക് കഴിവ് തെളിയിക്കാൻ വേണ്ടി അത് മാത്രം ചെയ്തു. കായിക മത്സരമെന്ന് പറഞ്ഞാൽ രാത്രിയും ഓടും. ഈ സമയത്ത് പാറശാല മുതൽ കാസർഗോഡ് വരെ 660 കിലോമീറ്റർ 9 ദിവസം കൊണ്ടോടും. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. ആർക്കും ദൈവത്തിനും എനിക്കും അറിയും. കഷ്ടപ്പാടിൻ്റെ താഴ്ന്ന കുടുംബത്തിലെ ഒരു ഓലക്കെട്ടടുത്ത് ജനിക്കുന്നു. അവിടെ നിന്നും എന്ന വീട്ടിലേക്ക് വരുന്ന സ്വപ്നമായിരുന്നു. അതിനുശേഷം ഷീറ്റിട്ട വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ചാണകം വഴിയോ വീട്ടിൽ ഒരു കൊച്ചു വീട്ടിലാണ് ജനനം തുടങ്ങിയത്. ആ ബാഹുലൻ ഇന്ന് അന്നോട്ട് ജീവിക്കാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ട്, ജോലി ചെയ്യാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ജോലിയുണ്ട്. സ്പോർട്സ് കൗൺസിലെ കൊല്ലത്തായിരുന്നു. 9 കൊല്ലം അവിടെ ജോലി ചെയ്തതിന് ശേഷമാണ് ആറ്റിങ്ങൽ ശ്രീവാദം സ്റ്റേഡിയത്തിൽ വന്ന് ഏകദേശം ഒരു 2 മാസം ജോലി ചെയ്തപ്പോഴാണ് ഈ അറ്റാക്ക് എന്ന് പറയുന്ന സാധനം വന്നത്. രാത്രി മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ മൂത്രം ഒഴിച്ചതറിയാം. പിന്നെ എനിക്ക് ബോധമില്ല. പിന്നെ ഒന്നും അറിഞ്ഞൂടാ. മുറിവുണ്ടായിരുന്നൂടാ. ആ മുറിവിനെ കെട്ടാൻ വേണ്ടി നെയ്യാറ്റിങ്കര ആശുപത്രി രാവിലെ ഞാനും അശോകൻ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അശോകനും ഒരു ആട്ട പിടിച്ച് അനിയനുമായിട്ട് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ പോകുന്നു. അവിടെ നിന്ന് ECG എടുക്കുന്നു. അപ്പോഴും ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ അവർ പറഞ്ഞു ആംബുലൻസ് പിടിക്കാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്താൻ പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജിൽ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ICUലായിരുന്നു 2 ദിവസം. അതിനുശേഷം വാർഡിൽ വന്നു. അപ്പോൾ സംഭവം എല്ലാവർക്കും വായൊക്കെ കോണമെന്ന് പറയും. പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. സത്യത്തിന് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അല്ലാതെ ആർക്ക് വേണ്ടി ദ്രോഹം ചെയ്യണമെന്ന് എനിക്ക് ആശയമില്ല. സത്യം പുറത്തു കൊണ്ടുവരിക ഏതൊരു വാർത്തയായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഞാനാണ്.
എൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ശബരിമലയിൽ ഓടുമ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും. ആദ്യം ഓടുന്നു, രണ്ടാം തവണ എനിക്ക് ജോലിയാകുന്നുണ്ട്. അതാണ് ശബരിമല ശക്തി. അതുപോലെ തന്നെ ഗുരുവായൂർ 360 കിലോമീറ്റർ ഓടി ഞാൻ മാത്രമാണ്. 360 കിലോമീറ്റർ ഓടുമ്പോൾ അവസാന നിമിഷം ബൈക്കിലൊന്ന് കയറി അത്രയും ദൂരേക്ക് നടക്കാൻ വയ്യാത്ത കണ്ടീഷനായി 367 കിലോമീറ്റർ ഒരു മലയാളി 2.5 ദിവസം കൊണ്ട് രാപ്പകലില്ലാതെ ഓടിയിരിക്കും. അതുപോലെ ഇനിയൊരു താരം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത്ര കിലോമീറ്റർ ഓടുമ്പോൾ ദൈവിക ശക്തിയാണ്. ഇന്ന് ഞാൻ അവസാനം നേരത്തെ ഒരു സ്കൂട്ടർ കയറി 1 കിലോമീറ്ററിലേ ഉള്ളൂ പോവാം. അപ്പോൾ പെട്ടെന്ന് ആകാശം കറുക്കുന്നു, ഉടനെ ആകാശം ഇരുളുന്നു. ആ സമയത്ത് ഉടനെ ഒരു കൊടുങ്കാറ്റടിക്കും, ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റടിച്ചപ്പോൾ ഞാൻ ബൈക്കിൽ കയറിയില്ല, ഇറങ്ങി. പിന്നെ 1 കിലോമീറ്റർ കൊണ്ട് കുളിക്കണം, നടക്കണം. നമ്മൾ ആ കുളത്തിലേക്ക് പോയി കുളിക്കാമെന്ന്, ആറ്റിലേക്ക് പോയി കുളിക്കാമെന്ന് ഏറ്റപ്പോൾ ഈ പെട്ടെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി ഗുരുവായൂർ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം ഞാൻ. അതിനുശേഷം നമ്മൾ ക്യാൻസർ രോഗിക്ക് പോയി എൻ്റെ കൂടി വന്ന ഒരു പയ്യ അവിടെ നിന്ന് ചിരിച്ചതും ബോധം കെട്ട് വീഴുന്നു. അതാണ് ഈ കരുണാകരൻ അവിടെ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ പറയണ കാര്യം നടക്കുന്ന ക്ഷേത്രം. അതുപോലെ തന്നെ ധനുച്ചുരം ടാരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുത് കഴിഞ്ഞാൽ ആ കാര്യം നടന്നിരിക്കും. ഞാൻ അതുപോലെ ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിലെത്തുന്നു, കെട്ടുന്നു. അപ്പോഴേ ഒരു സാധനം വാങ്ങിക്കും, മറ്റൊരു സാധനം കാണാൻ. അപ്പോൾ എന്നോട് പോറ്റി പറഞ്ഞു, നിങ്ങളെ വീട്ടിനടുത്ത് ഏത് ക്ഷേത്രമാണുള്ളത്? ഞാൻ പറഞ്ഞു ധനുച്ചുരം ടാരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇരിക്കുന്നത്. അവിടെ ഈ കെട്ടത്തില്ലേ? ഞാൻ പറഞ്ഞു ഈ വർഷം ഇവിടെ ആയിരുന്നു കെട്ട്. ഒരു സാധനം വായിക്കും, വേറൊരു സാധനം. അപ്പം ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് നേർന്നതിന് ശേഷം പിന്നെ കുഴപ്പമില്ലായിരുന്നു. കൃഷ്ണൻകോവിലിന് കെട്ടിയാണ് ശബരിമലയിൽ 195 കിലോമീറ്റർ 2.5 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ട്. ആദ്യം 1.5 ദിവസം കൊണ്ട് ഓടി. ആദ്യം മറ്റാണ് ശബരിമലയിൽ ഓടുന്നത്, ഗുരുവായൂർ ഓടുന്നത്, എടത്തുപള്ളിയിൽ ഓടുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഒരു ബഹളം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആ പ്രേക്ഷകരുടെ മുന്നിൽ എത്താനും ആ സംഭാവന നൽകിയതിനും എല്ലാം ദൈവം സഹായിക്കും. സൂര്യൻ ഉദിച്ചു വരും, പട്ടികൾ കുരയ്ക്കും, സൂര്യൻ ഉദിച്ചതിന് പോവും. നമ്മൾക്ക് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നടക്കും. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ എത്താനുള്ളിടത്ത് എത്തൂല. താൻ പാതി ദൈവം പാതി. നമുക്ക് ഈ അസൂയ കുശം വന്നില്ല. അസൂയപ്പെടുന്നവർ ഒരു കാലമാകുമ്പം താഴ്ന്നോട്ട് തന്നെ പോകും. ഏതൊരു വ്യക്തിയായിരുന്നാലും ഉയരോട്ട് പോകാൻ പറ്റൂല. നമ്മൾ മനസ്സ് നന്നായിരുന്നാലും നമ്മൾ എത്താനുള്ളിടത്തുള്ളൂ. ആരായിരുന്നാലും നമ്മൾ 2 ദിവസത്തേക്ക് ജീവിക്കുന്ന വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വണ്ടി നിൽക്കും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ല. സത്യത്തോളം നമ്മൾ ജീവിക്കുക. സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ദൈവം എപ്പോഴും നമ്മളെ കൂടെ കാണും. നമ്മൾക്ക് അപ്പോൾ ഈ ശബരിമലയിലേക്ക് ഞാൻ ഓടുമ്പോൾ പഴയ ഗാനം കേൾക്കും. കണ്ണുനീരിങ്ങനെ ഒഴുകും. 4-5 ദിവസത്തിന് മുമ്പേ ഗാനം കേട്ടാൽ ഇത്രയും കിലോമീറ്റർ മനുഷ്യനെ കൊണ്ട് എങ്ങനെ ഓടണമെന്ന് തന്നെ എനിക്കറിഞ്ഞു. ദൈവം തന്ന കഴിവാണ്. ചോറ് പോലും കഴിക്കില്ല, ജ്യൂസ് മാത്രമാണ് കഴിക്കുന്നത്. ആ ഓട്ടോ ഒക്കെ കാണുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് ബസ് വരെ അതിൻ്റെ വേഗത്തിൽ ഓടിയിട്ടുണ്ടെന്നാണ് പറയണം. അത്ര വേഗത്തിലാണ് ഓടുന്നത്. ദൈവത്തിന് ശക്തി. നല്ല 2 ഭാഗത്തും കാറ്റടിക്കും ശബരിമല റൂട്ടിൽ. ആ സമയത്ത് വെള്ളമില്ലേക്ക് വെള്ളം കിട്ടും. ഞാൻ അതുപോലെ ബോംബെയിലേക്ക് പോകുന്നു. ഞാനും ബിനു മത്സരത്തിന് പോകുന്നു. ഞങ്ങളിൽ പൈസ തീർന്നു. ഏകദേശം ദേശീയ മീറ്റിന് പോകണം, വെറ്ററൻസ് ദേശീയ മീറ്റിന്. ഞാൻ 800-1500 പോയി. നമ്മളെ പൈസ ഇല്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം തന്നെ ഒരു 200-500 രൂപ നോട്ട് പറന്നു വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് സ്പോർട്സ് കൗൺസിലിൻ്റെ ഫ്രണ്ടിൽ ജോലിക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട്. അന്നും ഒരു 2000 രൂപ 2 നോട്ട് പറഞ്ഞു. അതും ദൈവം സഹായിച്ചു. നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിൽ ദൈവം അവിടെ എത്തുന്നുണ്ട്. ആ ദൈവത്തിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. താൻ പാത്തി ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒന്ന് ആറ്റുകാലമ്മ, ഒന്ന് അയ്യപ്പൻ, രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം. ഞാനത് കരഞ്ഞ് പറഞ്ഞ ആ കാര്യം നടന്നിട്ടുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധ്യതയുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ശബരിമലയിലേക്ക് ഒരിക്കൽ കൂടി ഓടണം എന്നുള്ള അറ്റാക്കാണ് വന്നത്. അത് പകവയ്ക്കാതെ ദൈവം സഹായിക്കുകയോ ഈ കൊല്ലം ഓടി വിട പറയുമെന്നാണ് പറയാനുള്ളത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമസ്കാരം. ഇനി ഒരു കായിക താരം ഇതുപോലെ എത്തട്ടെ. ഇത്രയും ഓട്ടമൊന്നും വേറെ ആരും ഓടി കാണത്തില്ല. മത്സരങ്ങൾക്കായിരുന്നാലും അതുപോലെ ശബരിമല, ഗുരുവായൂർ, എടത്തുപള്ളി, തൃക്കാക്കര ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം,
അതുപോലെ തന്നെ നമുക്ക് പള്ളികളിൽ തന്നെ എടത്വ പള്ളി അങ്ങനെ പല പള്ളിയിൽ ഓടിയിട്ടുണ്ട്, വിവാദമായ ഓട്ടങ്ങൾ ഓടിയിട്ടുണ്ട്. അതൊക്കെ എത്ര പേർക്ക് വേണ്ടി ഓടിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞില്ല. എല്ലാം ദൈവത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ വേദിയിലേക്ക് ഈ 2 വാക്ക് സംസാരിച്ച് നിങ്ങളെ എത്തിച്ച് എന്നെ ശബരിമലയിലേക്ക് നിങ്ങൾക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ശബരിമലയിലേക്ക് നടന്നേക്കും, കുറച്ച് ഓടിയേക്കും, ബാക്കി നടന്നേക്കും എത്തണമെന്നാണ് എൻ്റെ ആശ. 5 ദിവസം കണ്ണുനീർ, പഴയ ഗാനം കേട്ടാലേ പഴയ ഓട്ടത്തിൻ്റെ ആ പ്രശ്നം എത്തുള്ളൂ. ദൈവം നമ്മളതിൽ കനിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഉള്ള ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് ചെയ്തത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ നാട്ടുകാർക്കും എൻ്റെ പ്രേക്ഷകർക്കെല്ലാം നന്ദി. നമസ്കാരം.